നോക്കുക, സെമി വാരിയബിൾ കോസ്റ്റ് ഓർ ഫിക്സ്ഡ് സെമി ഫിക്സ്ഡ് കോസ്റ്റ്. നമുക്ക് നമ്മൾ സെമി വാരിയബിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. അതായത് അതിന്റെ പേര് തന്നെയുണ്ട്. നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പേര് തന്നെയുണ്ട് ഈ കോസ്റ്റ് എന്താന്നുള്ളത്, അല്ലെ? ഇത് എന്തായിരിക്കും? ഫിക്സ്ഡ് കോസ്റ്റിന്റെയും വാരിയബിൾ കോസ്റ്റിന്റെയും എന്താണ് ഫീച്ചർ, രണ്ടിന്റെയും ഫീച്ചറുള്ള ഒരു കോസ്റ്റ് ആണ് ഈ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയാൽ എന്താ ചെയ്തത്? ഹാവ് ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ കോമ്പണന്റ്. അതായത് ഫിക്സഡിന്റെയും വാരിയബിളിന്റെയും രണ്ടിന്റെയും കോമ്പണന്റ് ഉള്ള ഒന്നാണ് സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വാരി വിത്ത് ഔട്ട്പുട്ട് ബട്ട് നോട്ട് പ്രൊപ്പോർഷണലി. അതായത് ഈ സെമി വാരിയബിൾ കോസ്റ്റിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, ഈ കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ എന്താണ്, നോട്ട് പ്രൊപ്പോർഷണലി. അതായത് ഔട്ട്പുട്ടിൽ അപ്പോൾ വാരിയബിൾ കോസ്റ്റിന് പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ഔട്ട്പുട്ട് ഓരോ യൂണിറ്റ് മാറുന്നതനുസരിച്ച് കോസ്റ്റിലോ അതിനനുസരിച്ചുള്ള എന്താണ് സെയിം പ്രൊപ്പോർഷനിൽ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. പക്ഷെ സെമി വാരിയബിൾ കോസ്റ്റിൽ അതേ പ്രൊപ്പോർഷനിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തിനോടൊപ്പം ചെറിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സെമി വാരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കി എക്സാമ്പിൾ, ടെലഫോൺ ബില്ല്, പവർ കൺസംഷൻ ഒക്കെ എന്താണ് നമുക്കറിയാം. നമ്മളിപ്പോ ഒരു സാധാരണ ലാൻഡ് ലൈൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണ് ഒരു മിനിമം ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ക്ലിയർ? ആ മിനിമം ചാർജിനുള്ളിൽ നമുക്ക് എന്താണ് കോൾ ചെയ്യാൻ ഒരു പരിധി ഉണ്ടാവും, അല്ലെ? മിനിമം ചാർജിനുള്ളിൽ ചിലപ്പോൾ ഒരു 100 കോൾസ് എന്നൊക്കെ ഉണ്ടാവും. ആ മിനിമം ചാർജ് 100 കോൾ വരെ നമുക്ക് മിനിമം ചാർജിനകത്ത് തന്നെ ഉണ്ടാവും. ദെൻ അപ്പൊ അത് എന്താണ്, ആ 100 കോൾ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സ്ഡ് ആണ്. ക്ലിയർ? ദെൻ അതിനുശേഷം നമ്മൾ വിളിക്കുന്ന ഓരോ കോളിനും എന്തുണ്ടാവും, ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതെന്താണ്, പിന്നെ വാരി ചെയ്യാണ്. അപ്പോൾ ഒരേ സംഭവം, ഒരേ ഐറ്റം തന്നെ എന്ത് ചെയ്യുന്നു, ഫിക്സഡിന്റെയും വാരിയബിളിന്റെയും നേച്ചർ കാണിക്കുക. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, സെമി വാരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ ഉണ്ട്, നോക്ക് നിങ്ങൾ. വാരിയബിൾ കോസ്റ്റിന്റെ ഡയഗ്രാം നമ്മൾ പറഞ്ഞിരുന്നു. സെമി വാരിയബിൾ കോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും. എന്താ സെമി വാരിയബിൾ കോസ്റ്റ് ലൈൻ? കാരണം ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പൊ ഈ 1 എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ, അതായത് ഈ ഒരു പോയിന്റ് വരെ എന്താണ്, നമുക്ക് 100 രൂപ തന്നെയായിരിക്കും നമ്മുടെ. ഇപ്പോ ഏതായിട്ട് എടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ടെലഫോൺ ആണെന്ന് വിചാരിക്കുക. ടെലഫോൺ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ എന്താണ്, ചാർജ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. പിന്നീട് അങ്ങോട്ട് അതായത് 100 കോൾ വരെ വിളിച്ചാൽ നമുക്ക് എത്ര തന്നെയാണ് നമ്മുടെ ഒരു ദിവസം, അല്ലെങ്കിൽ എന്താണ് 250 രൂപ ആണ്. അത് ഫിക്സഡ് ആണെന്ന് വിചാരിക്കും. 100 കോൾ വരെ നമുക്ക് അതിനകത്ത് വിളിക്കാം എന്നാണ് വിചാരിക്കുക. പിന്നെ അതിനുശേഷം 101ാമത്തെ കോൾ മുതൽ എന്താണ്, നമ്മുടെ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, അതാണ് ഈ സെമി വാരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡിന്റെയും വാരിയബിളിന്റെയും നേച്ചർ ചേർന്നിട്ടുള്ള ഒരു കോസ്റ്റിനെയാണ് സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള എന്താണ്, ടെലഫോൺ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? പേര് തന്നെയാണ് സ്റ്റെപ്പ് കോസ്റ്റ്, സ്റ്റെപ്പ്, അല്ലെ? ആ ഒരു സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈ, അതായത് സച്ച് കോസ്റ്റ് ആർ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദെൻ ഇൻക്രീസ് ബൈ എ ഫിക്സ്ഡ് എമൗണ്ട് അറ്റ് എ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്ന് പറഞ്ഞാൽ ഈ അതായത് റിമെയിൻ ഫിക്സ്ഡ് വിത്തിൻ എ സെർട്ടൻ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ബട്ട് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ് വെൻ ആക്ടിവിറ്റി എക്സീഡ് എ സെർട്ടൻ ലെവൽ. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ എന്താണ്, ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടരും. ഇപ്പോൾ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെലവ് വരുന്നത് ചിലപ്പോൾ ഒരു 10,000 രൂപ ആയിരിക്കും. അപ്പോൾ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 10,000 ആയിരിക്കും. മേ ബി എന്താണ് 900 യൂണിറ്റ് സോറി 9,000 യൂണിറ്റ് ആയാലും, സോറി 900 യൂണിറ്റ് ആയാലും, 800 യൂണിറ്റ് ആയാലും, 500 യൂണിറ്റ് ആയാലും, ഇനി 1 യൂണിറ്റ് ആയാലും ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ പോലും എന്തായിരിക്കും, ആ 10,000 രൂപ നമുക്കവിടെ ചെലവുണ്ടാവും. ഓക്കെ, അതായത് ഒരു സെർട്ടൻ ലെവൽ വരെ എന്താണ്, കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ഈ 10,000 അല്ലെങ്കിൽ 1000 യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ ലെവൽ കഴിഞ്ഞ് 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പോലും എന്താണ്, വീണ്ടും ഒരു 10,000 നമുക്ക് എക്സ്ട്രാ ചെലവ് വരും. ഓക്കെ, അതായത് എന്താണ്, അടുത്ത സ്റ്റേജിലേക്ക് ആ ലെവൽ കഴിഞ്ഞ് വീണ്ടും ഒരു യൂണിറ്റ് എക്സ്ട്രാ, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ പോലും നമുക്ക് വലിയൊരു ഹൈപ്പാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതായത് ഒരു 1000 യൂണിറ്റ് വരെ 10,000, പിന്നെ എന്താണ് 10,000 രൂപ. 1001 മുതൽ 2000 യൂണിറ്റ് വരെ വീണ്ടും ഒരു 10,000 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നു. അപ്പൊ എന്താണ്, നമുക്ക് 1001 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്, ജസ്റ്റ് കേവലം 1 യൂണിറ്റ് എക്സ്ട്രാ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ കോസ്റ്റ് എന്താണ്, ഹൈ കോസ്റ്റ് നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ്ലി ഇൻക്രീസ് അല്ല അവിടെ ഉണ്ടാകുന്നത്. സെർട്ടൻ ലെവലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, ഹൈക്കാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അഡീഷണൽ സൂപ്പർവൈസറി കോസ്റ്റ് വാൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഷിഫ്റ്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഷിഫ്റ്റ് ബേസിസിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയൊരു ഷിഫ്റ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അപ്പോൾ അഡീഷണൽ കോസ്റ്റ് അവിടെ എക്സ്ട്രാ വരും, ഒരു പുതിയൊരു ഷിഫ്റ്റ് ആഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതെന്താണ്, ഒരു എക്സ്ട്രാ ബർഡൻ, ഹൈക്കാണ് അവിടെ നമുക്ക് അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്.
അത് ഈ സ്റ്റെപ്പ് കോസ്റ്റിന്റെ പേര് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ അതിനെ ഡയഗ്രാമാറ്റിക്കലി വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, ഈ സ്റ്റെപ്പിന്റെ രൂപത്തിലായിരിക്കും ആ ഒരു കോസ്റ്റ് വരിക. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ അത് ഡയഗ്രത്തിലേക്ക് വരയ്ക്കുന്ന സമയത്ത് അത് സ്റ്റെപ്പ് പോലെയാണ്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഇതാ 100 യൂണിറ്റ് വരെ ഉത്പാദിപ്പിച്ച് നമുക്ക് 1 രൂപ ചെലവ് വന്നിട്ടുള്ളൂ അല്ലെ. പിന്നെന്താണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് പെട്ടെന്ന് ഒറ്റ അടിക്ക് വരികയാണ്. 100 മുതൽ 200 യൂണിറ്റ് വരെ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഉയർന്നു. എത്രയായി, ഒരു 101 ആയപ്പോൾ പോലും എന്തായി, 2 രൂപയായി. 102 2 രൂപയായി, 103 2ആയി, 104 2ആയി. അങ്ങനെ 200 വരെ എന്താണ് 2 രൂപേനാണ്. വീണ്ടും പൊന്തുകയാണ്. അങ്ങനെ 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 എന്താണ്, സ്റ്റെപ്പ് ബൈ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ഫിക്സ്ഡ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുന്നു, വീണ്ടും ഫിക്സ്ഡ്, വീണ്ടും ജമ്പ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് ആ കോസ്റ്റിനെ എന്ത് വിളിക്കുന്നത്, സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വാരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 കോസ്റ്റ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 കോസ്റ്റ്? സോറി, 4 കോസ്റ്റ് ആണുള്ളത്. ഏതൊക്കെയാണ് 4 കോസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെമി വാരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത്, ഇതൊക്കെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത് നോക്കുക, എന്താണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ഓർ പീരീഡ്. പ്രൊഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ, പീരീഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റ് എന്ന് പറയും. നോക്കുക, cost directly associated with the production of goods. These costs are essential for manufacturing and would not be incurred without production. Include direct material, direct labor, and share of factory overhead, also known as inventory cost, as they are included in cost of product. അതായത് എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എൻക്വയർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം നമുക്ക് ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതെന്താണ് ഫാക്ടറി ഓവർഹെഡ് ഒക്കെ എന്താണ്, പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കോസ്റ്റ് ഇൻക്വയർ ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിനോട് ചേർന്ന് വരുന്ന കോസ്റ്റിനെ വിളിക്കുന്നവരാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്കുക, പീരീഡ് കോസ്റ്റ്. പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഈ കോസ്റ്റിന് പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനകത്ത് ഉൽപാദനം എന്നുള്ള ആക്ടിവിറ്റി അല്ലാതെ മറ്റു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പോ അങ്ങനെ എന്താണ്, പ്രൊഡക്ഷനും ആയിട്ട് ബന്ധമില്ലാത്ത വേറെ ഒരുപാട് ആക്ടിവിറ്റീസും നമുക്ക് എന്താണ് കൂടെ ബിസിനസിന്റെ കൂടെ ഉണ്ടാവും. കാരണം എന്താണ്, വെറും പ്രൊഡക്ഷൻ മാത്രം നടത്തിയാൽ മതി, ഇതിനെ മാർക്കറ്റ് ചെയ്ത് വിപണിയിലേക്ക് എത്തിച്ച ആളുകളുടെ അടുത്ത് എൻഡ് കസ്റ്റമറുടെ കയ്യിലേക്ക് സാധനം എത്തണമല്ലോ. അപ്പൊ അതുവരെ പ്രൊഡക്ഷൻ എന്നുള്ള ഫംഗ്ഷൻ മാത്രം മതിയാവില്ല, അത് മറ്റ് ഫംഗ്ഷൻസും കൂടി വേണ്ടി വരും. അപ്പൊ ആ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകളാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ടൈഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ബട്ട് ആർ ഇൻകേർഡ് ഓവർ എ സ്പെസിഫിക് ടൈം പീരീഡ്. എന്താണ്, പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കോസ്റ്റ് ആണെന്ത്, പോലെ അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ മാനേജർമാർക്ക് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർമാർക്ക്, സെയിൽസ് മാനേജർമാർക്ക്, ഇവർക്കൊക്കെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രൊഡക്ഷനുമായിട്ട് എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ എന്താണ്, ഓഫീസ് റെന്റ്. ഈ ഓഫീസ് റെന്റ് എന്താണ്, പ്രൊഡക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ നമ്മൾ എന്താണ്, റെന്റിന് എടുക്കാത്ത ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചൂടെ അല്ലെ. റെന്റ് ഇല്ലാത്ത ഒരു ബിൽഡിംഗിന്, സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ റെന്റിന്റെ ആവശ്യമില്ല, പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഓഫീസ് റെന്റ് കൊടുക്കണം നിർബന്ധമുണ്ടോ? ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ലെങ്കിൽ അത് നിർബന്ധമാകും. പക്ഷെ എന്താണ്, അത് പ്രൊഡക്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള കോസ്റ്റ് അല്ല. അതാണ് പീരീഡ് കോസ്റ്റ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ആ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്നുണ്ട് താനും. അതുകൊണ്ടാണ് അതിനെ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സാലറി ഒരു മാസത്തേക്ക് കൊടുക്കുന്നത് അല്ലെ, വേജ് ഒരു മാസത്തേക്ക് കൊടുക്കുന്നതാണ്, ഓഫീസ് റെന്റ് ഒരു മാസം, ഒക്കെ ഒരു പീരീഡുമായി ആ കോസ്റ്റിന്റെ ബന്ധം എന്തിനോടാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിനോടാണ്. ഓക്കെ, പ്രോഡക്റ്റിനോടല്ല ബന്ധം. അതുകൊണ്ടാണ് അതിനെ പീരീഡ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ കൺട്രോളബിലിറ്റി. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണോ അല്ലേ എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പേര് തന്നെയുണ്ട്, കൺട്രോളബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബിസിനസിന്റെ കയ്യിൽ ആ കോസ്റ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർ ഉണ്ട്. അതിനെയാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ഓർ മാനേജ്ഡ് ബൈ എ സ്പെസിഫിക് പേഴ്സൺ ഓർ ലെവൽ ഓഫ് മാനേജ്മെന്റ്. അതായത് ആ ബിസിനസ്സിനകത്തുള്ള ബിസിനസിന്റെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ സൂപ്പർവൈസർ അയാളുടെ ഒരു കൺട്രോളിലൂടെ എന്താണ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേരിയബിൾ കോസ്റ്റ് ലൈക്ക് റോ മെറ്റീരിയൽ,
വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ പർച്ചേസിങ് ഇൻ ബൾക്ക്. അപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് നമുക്കറിയാം. റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളബിൾ കോസ്റ്റ് ആണ് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന റോ മെറ്റീരിയൽ കുറച്ച് കുറച്ച് വാങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, നമ്മൾ എന്താണ് കുറച്ചിച്ച് വാങ്ങുമ്പോൾ സമയത്ത് നമുക്ക് വില കൂടുതലായിരിക്കും. അതിന് പകരം നമ്മളൊരു ബൾക്ക് അല്ലെ, അതിന് എന്താ നമുക്ക് എന്താ അതിനൊരു ടേം ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ. അത് വലിയൊരു അളവിൽ ഉൽപ്പാദനം നടത്തുന്ന സമയത്തോ വലിയൊരു അളവിൽ പർച്ചേസ് നടത്തുന്ന സമയത്തോ നമുക്ക് ഒരു ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അല്ലെ. അപ്പോൾ അങ്ങനെ അതായത് എന്താണ്, നമുക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ വേണ്ട രീതിയിലുള്ള മെഷേഴ്സ് എടുത്തു കഴിഞ്ഞ് നമുക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കോസ്റ്റിനെ വിളിക്കുന്നവരാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പരിധിക്ക് അകത്തുള്ള കോസ്റ്റ് ആണത്. അതാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൺകൺട്രോളബിൾ കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ഓർ മാനേജ്ഡ് ബൈ എ സ്പെസിഫിക് പേഴ്സൺ ഓർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഇൻ ഷോർട്ട് ടേം. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ലൈക്ക് ഫാക്ടറി റെന്റ്, മാനേജറൽ സാലറീസ് എക്സെട്ര. അതായത് നമുക്ക് എന്താണ് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കുറച്ച് കോസ്റ്റിനെയാണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് ഇതിനകത്ത് പറയുന്ന എക്സാമ്പിൾ പുറമെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ്, എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫർണിച്ചർ ആണെന്ന് വിചാരിച്ചോളൂ. ഫർണിച്ചർ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കട്ട് വേസ്റ്റുകൾ ഉണ്ടാവില്ല, കട്ട് ചെയ്ത് പോകുന്ന ഒരുപാട് പോർഷൻസ് ഉണ്ടാവും. നമുക്ക് അല്ലെങ്കിൽ പൊടിയായിട്ട് പോകുന്ന ഒരുപാട് പോർഷൻസ് ഉണ്ടാവും. അത് നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഇൻഹറന്റ് ആയിട്ട് സംഭവിക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ കുറെ വേസ്റ്റേജ് ഉണ്ടാവാൻ സാധ്യത. അത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ എന്താണ് ഓഫീസ് റെന്റ്. അതാണ് നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല എങ്കിൽ റെന്റ് കൊടുക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ വിചാരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്, നമുക്ക് വേണമെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോളബിൾ ആണെന്ന് പറയാം. അല്ലാത്ത കേസിൽ അത് നമുക്ക് കൺട്രോളബിൾ ആണോ? കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാനേജറിയൽ സാലറി, മാനേജർമാർക്ക് കൊടുക്കുന്ന സാലറി, ഇതൊന്നും എന്തല്ല കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോളബിൾ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൺട്രോളബിലിറ്റി, മാനേജ്മെന്റിന് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗം മാനേജ്മെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എങ്കിൽ അതിനെ കൺട്രോളബിൾ എന്ന് പറയും. മാനേജ്മെന്റിന് ഒന്ന് ശ്രമിച്ചാൽ ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, മാനേജ്മെന്റ് ശ്രമിച്ചാലും ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിനെ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് മൈക്ക് ഓൺ ആയിട്ടുള്ള ആള് മൈക്ക് ഒന്ന് ഓഫ് ആക്കൂ. നെക്സ്റ്റ് അടുത്ത നോക്ക് നിങ്ങൾ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെലവൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഓരോ കോസ്റ്റും ഡിസിഷൻ മേക്കിങ്ങിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഓക്കെ, ഡിഫറൻഷ്യൽ കോസ്റ്റ് represent the difference in total cost between two or more alternatives. This cost help management evaluate the financial impact of choosing one option over another. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികം ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ഓരോ ആൾട്ടർനേറ്റീവ്സിനും ഓരോ കോസ്റ്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോസ്റ്റ് എന്താണ് അതിനുള്ള കാരണം, കോസ്റ്റ് ചേഞ്ചസിനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും? ഇപ്പൊ രണ്ട് എയും ബിയും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എയും ബി എന്നുള്ള ഓപ്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഏത് ഓപ്ഷൻ ആണ് ബെറ്റർ അല്ലെ, ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണ്, ഒരു മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം രണ്ട് ആൾട്ടർനേറ്റീവ്സിൽ ഏതാണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്നത് എന്താണ്, അതിന്റെ കോസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി കോൾഡ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയും. അതായത് ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട്, ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് ഡിക്രിമെന്റൽ കോസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ്, രണ്ട് തരത്തിൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഉണ്ട്, ഇൻക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്, ഡിക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്. അപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിലധികം ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കും. അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് രണ്ട് തരത്തിലുണ്ട്, ഇൻക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്, ഡിക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇൻക്രിമെന്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് an additional cost incurred when new course of action is taken. For example, if a company decide to increase production,
ദ എക്സ്ട്രാ കോസ്റ്റ് ഫോർ മെറ്റീരിയൽ ആൻഡ് ലേബർ വുഡ് ബി ദ ഇൻക്രിമെന്റൽ കോസ്റ്റ്. അപ്പോൾ എന്താണ് നമ്മൾ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ആ ആൾട്ടർനേറ്റീവ്സിൽ എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് വിചാരിക്കുക. ആ ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡിക്രിമെന്റൽ കോസ്റ്റ്. അപ്പൊ എന്തായിരിക്കും, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ദാറ്റ് റിസൾട്ട് ഫ്രം എ ഡിസിഷൻ. അതായത് നമ്മുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ കോസ്റ്റിൽ കുറവ് വരിക. അതിന് എക്സാമ്പിൾ എന്താണ്, ഇഫ് എ കമ്പനി ഡിസൈഡ് ടു സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, അതായത് ഏതെങ്കിലും നഷ്ടം വരുത്തുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉത്പാദനം കമ്പനി നിർത്താൻ തീരുമാനിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനി എന്താ ഉണ്ടാവും, കുറെ മെറ്റീരിയൽ ലാഭം ഉണ്ട്, കുറെ ലേബറിന്റെ ടൈം ലാഭം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂസ് ടു അസസ് ദി ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്, സെയിൽസ് വോളിയം, പ്രൊഡക്റ്റ് മിക്സ്, മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, അതായത് പ്രൊഡക്റ്റ് മിക്സിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട്, മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മെത്തേഡിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മാനേജ്മെന്റ് അവരുടെ റെലവന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഇതിന്റെ ഡിഫറൻഷ്യൽ കോസ്റ്റ് നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ദ ചേഞ്ച് എന്താണ് ഒന്നുകൂടി പറയാം, ദ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പാറ്റേൺ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അതായത് കോസ്റ്റിൽ എന്തുണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം ഉണ്ടാകുന്നത് എന്താണ്, ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് കാരണമാകാം, എന്താണ് ഡിഫറെന്റ് മെത്തേഡ് കാരണമാകാം, ഡിഫറെന്റ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി കാരണമാകാം. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ഇൻക്രിമെന്റൽ കോസ്റ്റ്, ഡിക്രിമെന്റൽ കോസ്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ തീരുമാനം മാറുന്നതിന്റെ ഭാഗമായിട്ട്, സ്ട്രാറ്റജി മാറുന്നതിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. നമ്മുടെ സ്ട്രാറ്റജി തീരുമാനം മാറുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോസ്റ്റ് കുറയുകയാണെങ്കിൽ അതിനെ ഡിക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് കോസ്റ്റ് സങ്ക് കോസ്റ്റ്, SUNK, സങ്ക് കോസ്റ്റ് എന്ന് പറയും. അത് നമുക്ക് മിക്കവാറും ചെറിയ ചെറിയ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. സങ്ക് കോസ്റ്റ് നിങ്ങൾ PSC എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ, കൊമേഴ്സ് റിലേറ്റഡ് PSC എക്സാം ഒക്കെ എഴുതുന്നവർ, ഇപ്പം BCom കഴിഞ്ഞവരാണല്ലോ എല്ലാവരും, അപ്പം കൊമേഴ്സ് റിലേറ്റഡ് PSC എക്സാംസ് ഒക്കെ വരാറുണ്ട്. അതിൽ മിക്കവാറും കാണുന്ന ഒരു ഐറ്റമാണ് ഈ സങ്ക് കോസ്റ്റ്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ. ഓക്കെ, അപ്പൊ എന്താണ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്താണ് സങ്ക് കോസ്റ്റ്? സങ്ക് കോസ്റ്റ് നോക്കി, ആർ കോസ്റ്റ് ദാറ്റ് ഹാവ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവർഡ് ഓർ ചേഞ്ച്ഡ്. അതായത് ഒരു സ്ഥാപനത്തിന് എന്താണ്, സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്നും ചെലവായി പോയിട്ടുള്ള കോസ്റ്റിനെയാണ് ഈ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇറലവന്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് അത്ര റെലവന്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ്, നമ്മൾ മെഷീനറി വാങ്ങിപ്പോയി, ഇനി എന്താണ് നമുക്കത് തെറ്റായി പോയി എന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇറിക്കവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ശരിക്കും ഒരു എന്താണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന മറ്റൊരു പേരിൽ പറയാറുണ്ട്. അതായത് ഓൾറെഡി ഹാപ്പൻ ചെയ്തിട്ടുള്ള കോസ്റ്റ്, അതായത് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റിനെ എന്ത് വിളിക്കുന്നത്, സങ്ക് കോസ്റ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. These costs are sunk because they are in the past and should not affect current or future decisions. നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനത്തിനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസിഷൻസിനെയോ അതിന് വലിയ സ്വാധീനമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എക്സാമ്പിൾ, മണി സ്പെൻഡ് ഓൺ പാസ്റ്റ് പ്രൊജക്ട് സച്ച് ആസ് പർച്ചേസ് ഓഫ് മിഷനറി, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഈസ് എ സങ്ക് കോസ്റ്റ്. അതായത് മിഷനറി വാങ്ങുവാൻ വേണ്ടി ഇത്ര രൂപ ചെലവാക്കി, അതൊരു കോസ്റ്റ് ആണ്, അത് സങ്ക് കോസ്റ്റ് ആണ്. കാരണം ചെലവാക്കി കഴിഞ്ഞു, ഇനിയിപ്പോ അതിന്റെ മുകളിൽ എന്ത് തീരുമാനം എടുക്കാനാ? കാരണം ആ തീരുമാനം മെഷീനറി വാങ്ങേണ്ടിയില്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, അത്രയും 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കോടികൾ മുടക്കിയിട്ട് വാങ്ങുന്ന മെഷീനറി വാങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാൽ നമുക്കത് ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആക്കി കഴിഞ്ഞാൽ, തിരുത്താൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് സങ്ക് കോസ്റ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇറലവന്റ് ടു ഫ്യൂച്ചർ ഡിസിഷൻ ബട്ട് യൂസ്ഫുൾ ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാം, ഭാവിയിൽ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ സങ്ക് കോസ്റ്റ് ഉപകാരപ്രദമല്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, പെർഫോമൻസ് ഇവാലുവേഷന് അത് ഉപകരിക്കാം. ഓക്കെ, അടുത്ത കോസ്റ്റ് ആണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്നുള്ള വേറെ പേരുണ്ട് കേട്ടോ അതിന്. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്, നോഷണൽ കോസ്റ്റ്, ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്നിങ്ങനെ അതിനെ വിളിക്കാറുണ്ട്. അതായത് ഇത് ആക്ച്വൽ നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ ആണോ? എക്സ്പെൻഡിച്ചർ അല്ല, പക്ഷെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വലിയൊരളവിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ് എന്ത്, ഈ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ കോസ്റ്റിന്റെ ഭാഗമായി നമ്മുടെ ബിസിനസ്സിൽ നിന്നും ആക്ച്വലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഐറ്റം നിങ്ങൾ വിചാരിച്ചോളൂ. ഈ ഡിപ്രീസിയേഷൻ എന്ന ഐറ്റം എന്താണ്,
ബിസിനസിന്റെ കയ്യിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുന്നതായിട്ടാണോ? ഔട്ട് ഓഫ് പോക്കറ്റ് ആണോ? ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ശരിക്കും എങ്ങോട്ട് പോകുന്നില്ല. ഡിപ്രീസിയേഷൻ കാരണം ബിസിനസ് ക്യാഷിന് എങ്ങോട്ടും പോകുന്നില്ല. പുറത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പിന്നീട് ഒരു സമയത്ത് ആ ആസെറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് ആവശ്യം വരും. ആ എമൗണ്ട് പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ മൊത്തം എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുമ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി അത് നന്നായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചിലപ്പോൾ നമ്മൾ സിങ്കിങ് ഫണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അതിനെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് റീപ്ലേസ്മെന്റ് ആകുമ്പോഴേക്കും ഒരു ഫണ്ടാക്കി അതിനെ മാറ്റും. പക്ഷേ അതെന്തല്ല ശരിക്കും നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ തരത്തിലെ കോസ്റ്റ് ആണ്. അത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ജസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം അതൊരു കോസ്റ്റ് ആണെന്നുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നില്ല, അതിന് ഔട്ട്ഫ്ലോ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ തേയ്മാനം സ്വാഭാവികമായിട്ടും ഉണ്ട് അല്ലേ? തേയ്മാനം ഉണ്ട്, പക്ഷെ എന്താണ് തേയ്മാനത്തിന് നമ്മൾ മാറ്റി ഡിപ്രീസിയേഷൻ ഉണ്ട്, പക്ഷെ ഡിപ്രീസിയേഷൻ നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതുകൊണ്ടാണ് അതിന് അത്തരത്തെ കോസ്റ്റുകളെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് നോക്കൂ, എക്സാമ്പിൾ, ഇഫ് എ കമ്പനി യൂസ് ഇറ്റ്സ് ഓൺ ബിൽഡിംഗ് ഫോർ എ പ്രൊഡക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെന്റിംഗ് ഇറ്റ് ഔട്ട്, the rent that could have been earned is an imputed cost. Similarly, the interest that could have been earned on invested capital is considered as imputed cost. അതിപ്പോ എന്താണ്, നമ്മുടെ തന്നെ ബിസിനസ് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ നമ്മുടെ തന്നെ ബിൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യില്ല, റെന്റ് കൊടുക്കുമോ? റെന്റ് കൊടുക്കില്ല. പക്ഷെ എന്താണ് അവിടെ നമുക്ക് നമ്മൾ അതിലൂടെ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ആ റെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുക. ഓക്കെ, നമ്മുടെ തന്നെ ക്യാപിറ്റൽ എന്താണ്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഏണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ആണ്. കാരണം എന്താണ്, അത് ആക്ച്വലി അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് അതിൽ നിന്നും ഇൻകം അതിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ നോഷണൽ കോസ്റ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. അതായത് ഈവൻ സച്ച് കോസ്റ്റ് ഡു നോട്ട് ഇൻവോൾവ് എനി ക്യാഷ് ഔട്ട്ലേ ബട്ട് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ മേക്കിംഗ് മാനേജറിയൽ ഡിസിഷൻ. ഓക്കെ, അതായത് എന്താണ്, ഈ ഒരു ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ആ കോസ്റ്റ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്നില്ല, പക്ഷെ മാനേജർ ഡിസിഷൻ മേക്കിങ്ങിന് ആ കോസ്റ്റ് നമ്മൾ പരിഗണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നോക്കി, കൺസിഡേർഡ് വെൻ ഇവാലുവേറ്റിംഗ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്ട് ഈവൻ ഇഫ് ദിസ് കോസ്റ്റ് ആർ നോട്ട് ആക്ച്വലി ഇൻകേർഡ്. ഒരു പ്രൊജക്ടിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ അത് പരിഗണിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ റെന്റ് നൽകുന്നില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും എന്താണ്, റെന്റിന് എടുക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ബില്ലിംഗ് ഇല്ല എങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ അതും കൂടി നമ്മൾ മൈനസ് ചെയ്യണം അല്ലെ? നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ലാഭം നോക്കുന്ന സമയത്ത് ഒരു ഓണർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഞാൻ സാലറി ചെയ്തെടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് പകരം വേറൊരാൾ അവിടെ വെക്കേണ്ടി വരും അല്ലേ? അപ്പൊ അവിടെ ലാഭം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ആ ഒരു ലേബർ ഹവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ലേബർ എഫേർട്ട് അതിന് മൈനസ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അതായത് ഒരു ദിവസം എനിക്ക് ഒരു 1500 രൂപ പേയ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ 1500 രൂപ പേയ്മെന്റ് എന്ത് ചെയ്യണം, ഞാൻ തന്നെ എന്റെ സ്ഥാപനം ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പകരം ഈ വർക്ക് ചെയ്യേണ്ട ഒരാൾ അവിടെ വരുന്ന സമയത്ത് 1500 കൊടുക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, ആ 1500 കൂടി ഞാൻ വർക്ക് ചെയ്യുന്ന ആ എമൗണ്ടും കൂടിയും എന്ത് ചെയ്യണം, കിട്ടുന്ന തരത്തിൽ ആ ബിസിനസ് റൺ ചെയ്താൽ മാത്രമേ അവിടെ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഇമ്പ്യൂട്ടഡ് കോസ്റ്റിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് കേട്ട് നമ്മൾ ചെറിയ പ്ലസ് ടു ക്ലാസ്സിൽ മുതൽ നമ്മളെ ഈ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നത് പോലെ പാടി നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്നുള്ള ഒരു വാക്ക് നമ്മൾ എപ്പോഴും പൊതുവെ എല്ലാവരും എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ എല്ലാവർക്കും അത് കാണാപ്പാടാണ്. കാരണം അത് അത്രയും നമ്മൾ പല എക്സാമിന് യൂസ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഈ സമയം നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന് പകരം അല്ലെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഒരു കാര്യം ത്യജിക്കുന്നുണ്ടാവും. ആ ത്യജിക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് ഇപ്പൊ ചെയ്യുന്നതിനുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്
അല്ലെ? ഇപ്പൊ ഈ സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, ടി വിയിൽ ഒരുപാട് സീരിയൽ ഉണ്ടാവും അല്ലെ? ആ സീരിയലൊന്നും കാണാൻ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? ആ സീരിയൽ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാം നന്നായിട്ട് എഴുതാം, അങ്ങനെയുള്ള ഒരു ഗുണം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ക്ലാസ് കാണുന്നത്. അപ്പം അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പോൾ ചൂസ് ചെയ്ത ഇതിനേക്കാൾ ചൂസ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്, എന്നാൽ അതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു ബെസ്റ്റിനെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത്. അതിനെയാണ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ചൂസ് ചെയ്തതിന് ഭാഗമായിട്ട് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ എന്തുണ്ടാവും, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? Opportunity cost represent the potential benefit that is lost when one alternative is chosen over another. അതായത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ മറ്റ് ആൾട്ടർനേറ്റീവ്സ് എടുക്കാത്തത് കാരണം നമുക്കുണ്ടാകുന്ന നഷ്ടത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട് ദി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഓപ്ഷൻസ്. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഡിസൈഡ് ടു യൂസ് റിസോഴ്സസ് ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് എ ഡിഫറെന്റ് വെഞ്ചർ, ദ പ്രോഫിറ്റ് ഫ്രം ഫോർഗോൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് കമ്പനി എന്ത് തീരുമാനിക്കുകയാണ്, കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ക്യാഷ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കമ്പനി തീരുമാനിച്ചത് എന്താണ്, പുതിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചു, പകരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കമ്പനി വേണ്ടാന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്ന ആ ഇൻട്രസ്റ്റ് പോർഷൻ ആണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, important important in evaluating the profitability of decision or taking into an account what is sacrificed by choosing a particular course of action. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കോസ്റ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും ആണ് ഡിസിഷൻ മേക്കിങ്ങിന് ബാധിക്കുന്ന കോസ്റ്റുകളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്കും കോസ്റ്റുകൾ നമുക്ക് ഉണ്ട്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ മെറ്റീരിയൽ അനുസരിച്ചുള്ള കോസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. കാരണം അത്യാവശ്യം കോസ്റ്റ് നിങ്ങൾക്ക് ഒരു എസ് എഴുതാനുള്ള ടൈപ്പ് കോസ്റ്റുകൾ നമ്മളിപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് മതി. ഒരു എന്താണ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ട് ആർ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എസ് ഐക്കുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. മിക്കവാറും ഒരു എസ് എ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 6 ടൈപ്പ് ക്ലാസിഫിക്കേഷനും 6 ടൈപ്പിനകത്ത് വരുന്ന സബ് ക്ലാസിഫിക്കേഷനും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗം, എന്താണ് ബേസിക് തിയറീസ് ആണ് നമ്മൾ കോസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കിയത്. ഇനി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത് പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഇനി പതുക്കെ കടക്കുകയാണ്. നിങ്ങൾക്ക് ചെറിയ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയമുള്ള ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് ഏതായാലും അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതും കൂടി കംപ്ലീറ്റ് ആക്കി കാണുക. എന്നിട്ട് ഈ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനേക്കാളും നല്ല നോട്ടുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നിങ്ങളുടെ ഡിഗ്രി ക്ലാസ് ഉള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ എന്താണ് ഇതേ കണ്ടന്റുകൾ ഇപ്പോൾ എന്താണ് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, ഇത് നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് കുഴപ്പമില്ല, അതേ മീനിങ് അതേ അർത്ഥത്തിൽ സംഭവങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചുണ്ടാക്കാൻ കുറച്ച് ടഫാണ്. അപ്പോൾ അത് അത് ഇപ്പം ഈ പറഞ്ഞ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്, ഇതിനി എങ്ങനെ പറഞ്ഞാലും അതിന്റെ ആ ഒരു ആശയം കൺസെപ്റ്റ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മെറ്റീരിയലുള്ള അത് തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചു, സാറ് തന്ന നോട്ട് എന്താണ് എടുക്കുന്ന നോട്ട് ചെറിയ മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് നിങ്ങൾ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള കൺസെപ്റ്റ് ആശയം സെയിം തന്നെയാണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള നോട്ട് തന്നു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് അത് തന്നെ പഠിക്കണം നിർബന്ധമാണെങ്കിൽ അത് അങ്ങനെ പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നോക്കാം.